ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ കണ്ടു നിർത്തിയത് ആരോരുമില്ലാത്ത ഒരു കുട്ടിക്ക് നമ്മുടെ ഹീറോയിൻ കൊടുത്തു വിടുന്ന ഫുഡ് ഈ വേസ്റ്റ് കോരുന്ന സ്ത്രീ കൊണ്ട് കൊടുത്തായിരുന്നല്ലോ. അതുപോലെ തന്നെ അടുത്ത ദിവസവും നമ്മുടെ ഹീറോയിൻ അവരെടുത്ത് ഫുഡുമായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വെച്ച് എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല അവൻ ആഹാരമൊന്നും കൊടുക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടു കൊടുത്ത ഭക്ഷണം അവൻ അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തു. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏതാണ്ട് 1 വർഷമായി. അവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അവന് പ്രേതങ്ങളെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ പറയുന്നു. ഇത് കേട്ട ഹീറോയിന് വല്ലാത്ത സംശയം തോന്നുന്നു. പിന്നീട് ഒരു ഷോപ്പിൽ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവള് അതും വാങ്ങിക്കൊണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ ബേക്കറിയിലേക്ക് പോകുന്നു. ഈ സമയം മുത്തശ്ശി അവരുടെ കുടുംബചിത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വന്നയുടനെ തന്നെ അവള് ഹീറോയെ നോക്കി കണ്ണു കാണിക്കുന്നത് കണ്ടിട്ട് സ്വർഗത്തിലെ കട്ടുറുമ്പാവണ്ട എന്ന് വിചാരിച്ച് മുത്തശ്ശി അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സ് അവന് വെച്ച് നോക്കുന്നു. അത് കണ്ട ഉടനെ തന്നെ ഹീറോ പറയുന്നുണ്ട്, അത് വളരെ നന്നായിട്ടുണ്ട്, ഇതിന് പകരമായി ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന്, പക്ഷേ നിന്നെ പറ്റി മാത്രം ചോദിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായോ? ഈ ഹീറോയിൻ കൊടുത്തുവിട്ടിരുന്ന ഫുഡ് ഒരു കുട്ടിക്ക് കൊടുത്തായിരുന്നല്ലോ, ആ കുട്ടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവന്റെ വിചിത്രമായ പെരുമാറ്റത്തെ പറ്റി ആ സ്ത്രീ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കൂട്ടി അത് അന്വേഷിക്കാനായി നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ കുട്ടിയുടെ പേര് പിങ്കി എന്നാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവിടെ ഒരു ആത്മാവുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിൽ ആ ചുമന്ന അടയാളം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശരിക്കും ഈ പിങ്കി അവൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾ ഒരു പ്രേതമായി മാറിയിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ ആവട്ടെ അയാൾ അങ്ങനെ മരിച്ചെന്ന് തൻ്റെ ശക്തി ഉപയോഗിച്ച് നോക്കുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ വണ്ടി ഇടിച്ചാണ് അയാൾ മരിക്കുന്നത്. അതിനുശേഷം ഹീറോ ആവട്ടെ അയാളെ മേൽലോകത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നു. എന്നാൽ പിങ്കി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനും പറ്റുന്ന രീതിയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഹീറോയിൻ പറയുന്നുണ്ട് കുട്ടിയോട് അവളുടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നതെന്ന്. എന്നാൽ ആ സമയം കൊണ്ട് അവളുടെ അച്ഛൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാനുള്ള കാരണം അവരാണെന്ന് പറഞ്ഞ് കുട്ടി അവരെ വീടിന് വെളിയിലാക്കുന്നു. ഈ സമയം ഹീറോയിൻ ആവട്ടെ ഇതെല്ലാം നിന്റെ ഭാഗത്തെ തെറ്റാണെന്ന് പറഞ്ഞ് ഹീറോയെ കുറ്റപ്പെടുത്തുന്നു. നിന്നെ കണ്ട് ഭയന്നിട്ടാണ് അവൻ്റെ അച്ഛൻ ഓടിപ്പോയത്. നിന്റെ കൂടെ 2 കൂട്ടാളികളുണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് വരാൻ അവള് പറയുന്നു. അതെന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? ഞാൻ പ്രേതത്തെ പിടിക്കുന്ന കാര്യത്തിൽ രാജാവാ. എൻ്റെ അടുത്തില്ലാത്തത് എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കുന്നു. സാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോയും അവളുടെ പുറകെ ദേഷിച്ച് നടന്നു പോകുന്നു. രാത്രിയായപ്പോൾ നമ്മുടെ ഹീറോയിൻ പ്രേതത്തോട് സംസാരിക്കാൻ അവിടെ വന്നിരിക്കുന്നു. എന്നാൽ അവളോട് സംസാരിക്കാൻ ഒരു പ്രേതവും വന്നില്ല. എന്നാൽ കുറച്ച് നിമിഷം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിന് ഉറക്കം വന്ന് അങ്ങനെ ഉറക്കത്തിൽ മലന്നു പോകുന്നു. ആ സമയം നമ്മുടെ ഹീറോ വന്ന് അവളെ പിടിച്ച് നേരെ കിടത്തുന്നുണ്ട്. അതിനുശേഷം അവന്റെ കോട്ട് നേരെ അവൾക്ക് പൊതിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതങ്ങളെയൊക്കെ ഓടിച്ചു വിടുന്നു. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹീറോയിൻ ഉണർന്നു നോക്കുമ്പോൾ അവളുടെ അടുത്ത് ഹീറോ ഉണ്ടായിരുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് അവൾക്കൊരു കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇവ ഇന്നലെ രാത്രി മുതലേ എൻ്റെ അടുത്ത് ഇതുപോലെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ അവൾ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ എഴുന്നേറ്റ് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് പ്രേതങ്ങളെയൊന്നും കാണാത്തതെന്ന് അവൾ ആശ്ചര്യപ്പെടുന്നു. അവൾക്ക് സംസാരിക്കാൻ അവിടെ ഏതെങ്കിലും പ്രേതങ്ങളുണ്ടോ എന്നാണ് അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരെണ്ണം പോലും കാണാനില്ലായിരുന്നു. ഇതിനൊക്കെ കാരണം ഹീറോ ആണോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വളരെയധികം ലേറ്റായി, ഇനി ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. ഈ സമയമാണ് കഴിഞ്ഞ രാത്രിയിൽ അവൻ പൊതിപ്പിച്ചു കൊടുത്ത കോട്ട് അവളുടെ കയ്യിലിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അവൾ നേരെ തിരികെ ചെന്ന് അത് അവന് തന്നെ കൊടുക്കുന്നു. എന്നാൽ ആ കോട്ട് അവൻ കയ്യിൽ പോലും വാങ്ങാതെ അവളെ നന്നായി പൊതിപ്പിച്ചു കൊടുത്തിട്ട് പുറത്ത് തണുപ്പായിരിക്കും, അതുകൊണ്ട് ഇത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക്കായി കൈയും പിടിച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹീറോയെ കൂട്ട് വേറൊരു ദൈവമില്ലായിരുന്നോ, അയാൾ മറ്റുള്ള ഗോസ്റ്റുകൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, എങ്ങനെയാണ് ഒരു പെണ്ണിനെ വളച്ച് കുപ്പിയിലാക്കുന്നതെന്നുള്ളത്. നമ്മുടെ ഹീറോ ഇന്നലെ ചെയ്ത പ്രവർത്തികളൊക്കെ ഇല്ലേ, അതൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞിട്ട് ഈ ദൈവമാവട്ടെ ഇതൊക്കെയാണ് ഒരു പെണ്ണിനെ വളയ്ക്കുന്നതിനുള്ള രീതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിനും കൂടി നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. എന്നും ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു പൂവിനോട് കാര്യം പറയുമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി, എന്താ നീ ഇങ്ങനെ വാടി നിൽക്കുന്നേന്നൊക്കെ പൂവിനോട് അവൾ ചോദിക്കുന്നുണ്ട്.
ഇങ്ങനെയൊക്കെ അവൾ പൂവിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അടുത്ത് ഹീറോ നിൽപ്പുണ്ട്. അങ്ങനെ അവർ ഫേസ് ടു ഫേസ് വരുന്നു. കുറേ നേരം അവരങ്ങനെ കണ്ണും കണ്ടും നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിക്കാത്ത തന്നെയാണൊക്കെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ പിങ്കിയെ കാണുന്നു. അവനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനൊന്നും ഗവനിക്കാത്ത കണക്ക് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിന് അധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവള് പ്രൊഫസറുടെ കോഫി ഷോപ്പിലേക്ക് പോകുന്നു. രാവിലെ തന്നെ കോഫി ഷോപ്പിൽ അവളുടെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ ഓസിന് കോഫി കുടിക്കാൻ വന്നിരിക്കുകയാണോ? അതുകൊണ്ടൊന്നുമല്ല, ഇന്നലെ നീ വീട്ടിൽ വന്നില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നെ തിരക്കാമെന്ന് കരുതി വന്നതാണെന്ന് പറയുന്നു. ആ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇതാറ് കോട്ട, ഇന്നലെ നീ എവിടെയായിരുന്നു? ആ സമയം അവളെ ഹീറോയുമൊത്തുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുന്നു. പോലെ ബോയ് ഫ്രണ്ട് ഒന്നും വിട്ടു തന്നെയല്ല എന്ന് പറഞ്ഞിട്ട് അവള് ഷോപ്പ് തുറക്കുന്നു. ഈ സമയം നമ്മുടെ മുത്തശ്ശിയുടെ കടയിൽ പ്രശ്നമുണ്ടാക്കിയ ആ യുവാവുണ്ടല്ലോ, അയാൾ അങ്ങോട്ടേക്ക് വരുന്നു. നേരത്തെ നമ്മുടെ ഹീറോയിൻ അയാളെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതിനുശേഷം അവരെ രണ്ടുപേരെയും കടയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ബോഡി ഗാർഡ്സിനെ വെച്ച് എന്തൊക്കെയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. പക്ഷേ ഈ സമയം തന്നെ ആ യുവാവ് അവിടെ കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല, ദൈവത്തെ ഓർത്ത് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒന്ന് തിരികെ കൊണ്ടുവരാമോ? അവൾ ആ പ്രശ്നത്തിന് ശേഷം എന്നോട് പിണങ്ങി പോയിരിക്കുകയാണ്, നിങ്ങളുടെ കാല് പിടിക്കാം എന്നൊക്കെ അയാൾ അവിടെ കിടന്ന് അപേക്ഷിക്കുന്നു. സമയം കഷ്ടം തോന്നിയ ഹീറോയിനാട്ടെ അവനൊരു കോഫിയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവൻ്റെ കൂടെ വന്ന് ഗേൾഫ്രണ്ടിനോട് സത്യങ്ങളൊക്കെ പറയാമെന്ന് അവർ ഉറപ്പ് കൊടുക്കുന്നു. ഈ സമയം കോഫി ഷോപ്പിലോട്ട് നമ്മുടെ പ്രൊഫസർ കയറി വരുന്നു. അയാളോട് നമ്മുടെ ഫ്രണ്ട് ആവട്ടെ ചോദിക്കുന്നു ഹീറോയിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. അവളെക്കുറിച്ച് അന്നേരം അയാൾ പുകഴ്ത്തി തള്ളുന്നുണ്ട്. അവള് നല്ല പെൺകുട്ടിയാണെന്നും നല്ല അടക്കവും ഒതുക്കമൊക്കെ ഉണ്ടെന്നും ഒക്കെ പറയുന്നു. എങ്കിൽ പിന്നെ ഹീറോയിനെ ഇഷ്ടമാണോ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. അയാൾക്ക് ഒന്നും പറയാൻ പറ്റാതെ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് തന്നെ ചിരിക്കുന്നു. രാത്രിയിലാവട്ടെ അവർ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു. ഈ സമയം പ്രൊഫസർ ആവട്ടെ അവളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഉടനെയൊന്നും മറുപടി പറയണ്ട, നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇയാൾക്ക് ഇനി എന്ത് മറുപടി കൊടുക്കുമെന്ന് ആലോചിച്ച് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പതുങ്ങുന്നുണ്ട്. ഈ സമയമാണ് അവൾ കയ്യിലിരിക്കുന്ന പാക്കറ്റ് ശ്രദ്ധിക്കുന്നത്. അത് നമ്മുടെ പിങ്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഫുഡായിരുന്നു. അങ്ങനെ അവൾ അവൻ്റെ വീട്ടിൽ ചെന്ന് ആ ഫുഡ് കൊടുക്കാനായിട്ട് ഡോറിൽ തട്ടി വിളിക്കുന്നു. പക്ഷേ അവിടെ ആരും ഉള്ളതായിട്ട് തോന്നിയില്ല. അങ്ങനെ അവൾ തിരികെ പോകുന്നു. ഈ സമയം അവിടെ നിന്ന് അപ്രത്യക്ഷമായ അവൻ്റെ അച്ഛനെയും കൂട്ടി പിങ്ക് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവളെ കണ്ട ഉടനെ തന്നെ അവൻ്റെ അച്ഛനെ കവർ ചെയ്ത് അവൻ നിൽക്കുന്നു. അപ്പോൾ ഉടനെ അവൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് നിൻ്റെ അച്ഛന് ഒരു പ്രശ്നവും വരത്തില്ല, നീ പേടിക്കുകയൊന്നും വേണ്ട എന്ന്. അതിനുശേഷം കയ്യിലിരിക്കുന്ന ആഹാരം അവന് നേരെ നീട്ടുന്നു. എന്നാൽ അവൻ നേരെ അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഗവനിക്കാതെ അച്ഛനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും വല്ലാതെ വിഷമിക്കുന്നു. ഈ സമയം മുത്തശ്ശിയുടെ കടയിൽ ആരും വന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശിയുടെ വിഷമം മാറാൻ ഹീറോ അവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ഷോപ്പ് ക്ലോസ് ചെയ്യാനായി ഒരുങ്ങുന്നു. ഈ സമയം ഹീറോയിൻ ആവട്ടെ അവിടെ വന്ന് അവന്റെ കയ്യിൽ ആ കോട്ട ഏൽപ്പിക്കാൻ തുടങ്ങുന്നു. ഈ സമയം ഹീറോ ആവട്ടെ നമുക്കൊന്ന് പുറത്തു പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഒരു ക്ലബ്ബ് പോലുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ചെന്ന ഉടനെ തന്നെ അവൾ ഒരുപാട് ഡ്രിങ്ക്സ് കുടിക്കാൻ ആരംഭിക്കുന്നു. ഈ സമയം ഹീറോ ആവട്ടെ പിങ്കി എന്ത് പറയുന്നു എന്ന് അവളോട് ചോദിക്കുന്നു. അവൻ നമ്മളെ ദുഷ്ടരായ ആൾക്കാരായിട്ടാണ് കാണുന്നത്, എങ്ങനെയെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൾ പറയുന്നു. നീ ഹെൽപ്പ് ചെയ്താൽ ഓക്കെ, ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും പ്രേതത്തെ കാണാൻ സാധിക്കും, അപ്പം തീർച്ചയായിട്ടും നീയും ഹെൽപ്പ് ചെയ്യണം, എന്താ ചെയ്യത്തില്ലേ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹീറോയിൻ നല്ലപോലെ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ അവൾ പിച്ചും പെയ്യും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊരു സമയത്ത് അവൾ താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ അവൾ താഴെ വീഴാതെ താങ്ങി പിടിക്കുന്നു. ഇങ്ങനെ തന്നെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കുമെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ എടുത്തുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ഹീറോയിനാവട്ടെ ഭ്രാന്ത് പിടിച്ചാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഹീറോ ഒരു വിധത്തിൽ അവളെ കിടത്തിയിട്ട് പുതപ്പൊക്കെ നന്നായി പുതച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം പോകാൻ തുടങ്ങിയ നമ്മുടെ ഹീറോയെ അവൾ വലിച്ച് അവളുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് പോകാതെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക എന്ന് അവനോട് പറയുന്നു. എത്ര നേരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. അവൻ പതിയെ അവളെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുന്നു. ദൈവമേ തീർന്ന്, അവക്കെല്ലാം മനസ്സിലായി എന്ന് നമ്മുടെ ഹീറോ മനസ്സിൽ വിചാരിക്കും. പക്ഷേ അവൾ വീണ്ടും ബോധമില്ലാത്ത കണക്ക് ചിരിക്കുന്നു. ഈ
ഈ സമയത്ത് വീണ്ടും അവളെ നന്നായി പതപ്പിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോ അവളെ ലവ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മുടെ ഈ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവളെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന്. പാവപ്പെട്ട ആത്മാക്കൾക്ക് നീതി ലഭിക്കാൻ സഹായിക്കുന്നത് അവൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്രയും നാളും പ്രേതത്തെ പിടിച്ചിരുന്ന നീ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു നോക്ക്. അതൊക്കെ ചെയ്താൽ അവൾക്ക് അയാളെ വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് നമ്മുടെ ഈ ദൈവം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ പിങ്ങിൻ്റെ അച്ഛനെ കണ്ട് അയാൾ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ എഴുന്നേറ്റപ്പോൾ അവളുടെ സുഹൃത്ത് അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടി അവൾ ഇന്നലെ രാത്രി കുടിച്ചായിരുന്നല്ലോ. അതിനുശേഷം ഹീറോയിൻ ഫ്രണ്ടിനെ ആവട്ടെ ഫുഡ് മേടിക്കാൻ പറഞ്ഞു വിടുന്നു. ഇവളാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ എടുക്കുന്നുണ്ട്. ആഹാരവും മേടിച്ച് ബാക്കി പൈസ കോളേജിലെ ഫീസ് അടയ്ക്കാമെന്നും വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം അവൾക്ക് കോളേജിലെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസമാണ്. വരുന്ന വഴിയിൽ അവളൊരു സ്ത്രീയെ കാണുന്നുണ്ട്. അതിനുശേഷം അവൾ വീട്ടിനുള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇന്ന് തന്നെ വീടിൻ്റെ റെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറയുന്നു. ഇതെന്താ ഇത്ര പെട്ടെന്ന് പൈസ വയ്ക്കുന്നത്? എല്ലാ മാസവും അവസാനമല്ലേ കൊടുക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ടായിരിക്കും ചോദിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ഹീറോയിൻ പോയി അവളുടെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തുകൊണ്ട് ഫ്രണ്ടിൻ്റെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ വെളിയിൽ വന്ന് ആ സ്ത്രീക്ക് ആ പണം ഏൽപ്പിക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, അവളുടെ അമ്മയായിരുന്നു. അവർ കിട്ടുന്ന പൈസയൊക്കെ ചൂതാട്ടത്തിൽ ഏർപ്പെട്ട് കളയുമായിരുന്നു. ഈ പൈസയും അങ്ങനെ കളയരുതെന്ന് അവൾ പറയുന്നു. ഇത് തനിക്ക് ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാ, അതുകൊണ്ട് ഇത് പാഴാക്കല്ലേ. അവൾ പ്രത്യേകം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു. ഈ സമയം കോളേജിലെത്തിയ ഫ്രണ്ടിനാവട്ടെ അവളുടെ പ്രിൻസിപ്പാള് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫീസ് അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസ അവൾ അമ്മയ്ക്ക് കൊടുത്തല്ലോ, അതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ അവളുടെ പൈസയില്ല. അതിന്റെ പേരിലാണ് അവൾ വഴക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മുത്തശ്ശിയുടെ കടയിൽ പ്രശ്നമുണ്ടാക്കിയ യുവാവും അതുപോലെ തന്നെ പ്രൊഫസറും കേൾക്കുന്നുണ്ട്. പ്രൊഫസർ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഫീസ് കെട്ടാത്തതിൻ്റെ പേരിൽ അവളെ ഇങ്ങനെ വിമർശിക്കരുതെന്ന് പറയുന്നു. അഥവാ അവൾ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഫീസ് അടച്ചോളാമെന്നും പ്രിൻസിപ്പാളിനോട് പ്രൊഫസർ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് വളരെ വിഷമത്തിൽ റോഡിലൂടെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ കടയിൽ പ്രശ്നമുണ്ടാക്കിയ ആ യുവാവ് വന്നിട്ട്, നീ എന്താ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത്? നിനക്കിപ്പോൾ കോളേജിലെ ഫീസ് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ അടച്ചോളാം എന്ന് അവൻ പറയുന്നു. നീ എന്തിനാണ് എൻ്റെ ഫീസ് അടയ്ക്കുന്നത്? എൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കണമെന്ന് എനിക്കറിയാം. ഇനി നീ എൻ്റെ ഫീസ് എങ്ങാനോ അടച്ചാൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവുമെന്ന് അവൾ പറയും. നീ എന്താ പറഞ്ഞത്? നമ്മൾ ഫ്രണ്ട്സ് ആണെന്നോ? അതെ, നമ്മൾ ഫ്രണ്ട്സാണ് എന്നവൾ പറയുന്നു. ഇത് കേട്ട് അവൻ വല്ലാതെ സന്തോഷത്തിലാവുന്നു. ഈ സമയം നമ്മുടെ ഹീറോയിനാവട്ടെ അവിടുത്തെ ഷോപ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അതിനുശേഷം വന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ സമയം പ്രൊഫസർ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ ഫീസ് അടയ്ക്കാനുള്ള പൈസ അവളുടെ കയ്യിൽ കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. അഥവാ പൈസ കൊടുത്താൽ അവൾ വാങ്ങിക്കാതെ പോയാൽ എന്ത് ചെയ്യും? അത് വിചാരിച്ചിട്ട് അയാൾ അവളോട് പറയുന്നുണ്ട്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈമായി ഇവിടെ വന്ന് ജോലി ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ ആ ശമ്പളം നിനക്ക് തരാമെന്നും പറയുന്നു. അപ്പോൾ അവൾ സന്തോഷത്തോടെ പാർട്ട് ടൈം വർക്ക് ഇവിടെ വന്ന് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അതും അവൾക്കൊരു വരുമാനമാവുമല്ലോ. ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിനെയും കൂട്ടി ഹീറോയിനാവട്ടെ പിങ്ങിനെ കാണാൻ പോകുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിന് അവനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ അവളെ ഒരിടത്ത് മാറ്റിയിരുത്തിയിട്ട് അവൻ്റെ അച്ഛൻ്റെ കൂടെ സംസാരിക്കാൻ ഒരുങ്ങുന്നു. നിങ്ങൾ മരിച്ചു പോയതല്ലേ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ തുടരുന്നത് എന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. ഒരു അച്ഛനെന്ന നിലയ്ക്ക് എൻ്റെ മകനോട് ഒരുപാട് കടമകൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് അയാൾ പറയുന്നു. നിങ്ങൾ ജീവനോടിരിക്കുമ്പോഴല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ മരിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. അന്ന് നിങ്ങളുടെ കൂടെ ഒരാൾ വന്നില്ലായിരുന്നു, അയാൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിങ്കിൻ്റെ അച്ഛൻ പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നു. ഹീറോ എന്തിനായിരിക്കും അയാളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടിട്ട് അവൾക്ക് സംശയം തോന്നുന്നു. ഈ സമയം ഹീറോ ആവട്ടെ ദൈവങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പിങ്കിൻ്റെ അച്ഛനെ സഹായിക്കാനായിട്ടുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ മറ്റേ ദൈവം വന്നിട്ട് പറയുന്നുണ്ട്, ഈ സിസ്റ്റമൊക്കെ പ്രേതത്തെ പിടിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ, പ്രേതങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കുമെന്ന് പറയുന്നു. വേണമെങ്കിൽ മറ്റുള്ള പ്രേതങ്ങളെ വെച്ച് ആ പ്രേതത്തിനെ സഹായിച്ചോളൂ എന്ന് അയാളും പറയുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ നേരത്തെ തന്നെ പോകുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ട് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളുടെ പുറകെ പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഈ യുവാവിൻ്റെ പേര് ജോൺ എന്നാണ് കേട്ടോ. അവൻ അവളെ തടയുന്നുണ്ട്. എത്രയോ നേരമായി അവളെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. അവളുടെ കോളേജിലെ ഫീസ് അവൻ അടച്ചോളാന്നും പറയുന്നു.
തന്നെ അവനോട് പറയുന്നുണ്ട്, എൻ്റെ ഫീസ് ഞാൻ തന്നെ അടച്ചോളാം എന്ന് പറഞ്ഞതല്ലേ, പിന്നെയും നീ ഇങ്ങനെ അതിനെപ്പറ്റി പറയുന്നത് എന്തിനാന്ന് ചോദിക്കുന്നു. അതിന് ഞാനത് നിനക്ക് വെറുതെ തരുന്നതല്ല, കടമായിട്ട് തരുവാന്ന് പറഞ്ഞു. നിന്റെ കയ്യിലുള്ളപ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് അവൻ പറയുന്നു. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ജോൺ അവളെ വിടാൻ തയ്യാറാവുന്നില്ല. അവളുടെ പുറകെ തന്നെ പോകുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയിൻ രാവിലെ തന്നെ ഹീറോയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. ഹീറോയും അവളെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഇങ്ങിൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. റോഡുമായി വണ്ടിയിൽ പൊക്കോണ്ടിരുന്ന പിങ്ങിൻ്റെ അച്ഛനെ അവൻ വിളിച്ചിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വരാൻ പറയുന്നു. വീണ കാരണം അയാൾ ഉറങ്ങിപ്പോകുന്നു. ഈ സമയം നിയന്ത്രണം വിട്ട് വണ്ടി ഇടിച്ചാണ് അയാൾ മരിക്കുന്നത്. ഇത് കണ്ട ഹീറോയിലാവട്ടെ വല്ലാതെ ഷോക്കാവുന്നു. ആ സമയം വണ്ടിയിൽ നിന്ന് ഒരു പേപ്പർ അങ്ങോട്ടേക്ക് വന്ന് വീഴുന്നു. അത് അയാളുടെ വർക്ക് ഷെഡ്യൂൾഡായിരുന്നു. അതിൽ അയാൾക്കുള്ള ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കമ്പനിക്കാർ അവരെ കൊണ്ട് ഓവർ ടൈമായി വർക്ക് ചെയ്യിപ്പിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതെല്ലാം കണ്ടതിന് ശേഷം ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ജോണും അവളുടെ ഫ്രണ്ടും അങ്ങോട്ട് വന്നത്. ഹീറോ അവളുടെ കയ്യിൽ പിടിച്ചേക്കൽ കണ്ടിട്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് ഹീറോയോട് വല്ലാതെ അവൾ ചൂടാവുന്നുണ്ട്. ഈ സമയം ഹീറോ തൻ്റെ പവർ ഉപയോഗിച്ച് അവളെ കുറേ അധികം തുമ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് അവിടെ ജാക്കിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഇവനെന്താ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാറ് നിൽക്കുന്നതെന്ന് കണ്ടിട്ട്. അത് കണ്ടിട്ട് ജാക്ക് ആവട്ടെ അവരെ ഫോളോ ചെയ്ത് പുറകിൽ പോകുന്നുണ്ട്. അവർ നേരെ പോയത് പിങ്കിൻ്റെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലേക്കാണ്. പിങ്കിൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത ഷെഡ്യൂൾഡ് അവരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഹീറോയിൻ കൂടി. എന്നാൽ അയാൾ മരിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞതാണെന്നും ഇനി നിങ്ങളോടത് വിവരിക്കേണ്ട കാര്യമില്ല എന്നും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ ഈ സമയം ജോൺ അങ്ങോട്ട് വന്നിട്ട് അയാൾക്ക് തീർച്ചയായും ഇൻഷുറൻസ് കാണുമല്ലോ, അതിൻ്റെ പേപ്പർ ഇങ്ങോട്ട് തരാൻ പറയുന്നു. ഇത് കേട്ട ഉദ്യോഗസ്ഥൻ നന്നായി പേടിക്കുന്നുണ്ട്. വേറെയൊന്നുമല്ല, പിങ്കിൻ്റെ അച്ഛൻ്റെ ഇൻഷുറൻസ് തുക നേരത്തെ തന്നെ കമ്പനി വകമാറ്റിയിരുന്നു. അത് പുറത്തറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതി ഇപ്പം തന്നെ അവിടുന്ന് പൊക്കോണോന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നു. പിങ്കിൻ്റെ അച്ഛനോട് എന്തായാലും നമുക്ക് നീതി കാണിക്കണമെന്ന് ഹീറോയിൻ പറയുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമ്മൾ പിന്നോട്ട് പോകണം എന്ന് ഹീറോ പറയുന്നു. ഹീറോ തൻ്റെ ശക്തി ഉപയോഗിച്ച് പിങ്കിൻ്റെ അച്ഛൻ മരണപ്പെട്ട കാലഘട്ടത്തിലേക്ക് കടക്കാനായി പോകുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി ഉടനെ തന്നെ കാണാം.